പള്ളിയിൽ എന്തുകൊണ്ട് പെണ്ണുങ്ങളെ നിസ്കരിക്കാൻ വിട്ടില്ല? അതിന് അള്ളാഹുവിനോട് ഒരിക്കലും മറുപടി പറയേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം പരിശുദ്ധമായ ഖുർആൻ അതാണ് നമ്മളുടെ രേഖ. ആ ഖുർആനിൽ അല്ലാഹു തആല പള്ളിയെ പറ്റി പറയുമ്പോ, പള്ളിയിൽ പോകേണ്ടവരെ പറ്റി പറയുമ്പോ അവിടെ പുരുഷന്മാരെയാണ് അല്ലാഹു തആല പറഞ്ഞത്, സ്ത്രീകളെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോകേണ്ടവരല്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുകൊണ്ട് പള്ളികളിൽ അതേ സ്ത്രീകളെ നിസ്കാരത്തിന് വേണ്ടി എന്റെ അടുക്കലുണ്ട്. ഇനി ഇരിക്കട്ടെ, അതുണ്ടായാലും ഇല്ലെങ്കിലും ഖുർആൻ എന്ത് പറയുന്നു, ഈ വിഷയത്തിൽ അല്ലാഹു എന്ത് പറയുന്നു, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് കാണാം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയെ പറ്റി അല്ലാഹു പറയാം, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അല്ലാഹുവിനെ പറയപ്പെടാനും അല്ലാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടാനും സമ്മതം കൊടുത്ത ഭവനങ്ങൾ, അതിനാണ് തഫ്സീറിൽ പള്ളി എന്ന് പറഞ്ഞത്. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ പള്ളികളിൽ, ആ ഭവനങ്ങളിൽ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. അഥവാ അല്ലാഹുവിന് നിസ്കാരം, തസ്ബീഹ് എല്ലാം, തസ്ബീഹ് എന്ന പദത്തിൽ നിസ്കാരം, ദിക്ർ, തസ്ബീഹ് എല്ലാം പെടുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ പള്ളിയിൽ രാവിലെയും വൈകുന്നേരവും അഥവാ മുഴുവൻ സമയങ്ങളിലും അല്ലാഹുവിനുള്ള തസ്ബീഹ് നടക്കുന്നു. ആരാണ് ആ പള്ളിയിലുള്ളത്? റിജാലുൻ, പുരുഷന്മാരാണുള്ളത്. ആരാണ് ആ പള്ളിയിലുള്ളത്? റിജാലുൻ, പുരുഷന്മാരാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അവിടെ കച്ചവടമോ വ്യാപാരമോ ഒന്നും അവരെ അശ്രദ്ധമാക്കുന്നില്ല. വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്ത്. അവർ നിസ്കാരം നിലനിർത്തുന്നു, അവർ സകാത്ത് കൊടുക്കുന്നു. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവർ അതേ ഹൃദയം പിടപെടച്ച് അല്ലാഹുവിനെ പേടിക്കുന്നു. ഇവിടെ അല്ലാഹുവിന്റെ ഭവനത്തെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, റിജാലുൻ, പുരുഷന്മാരാണ് പള്ളിയിലുള്ളത്, അവരാണ് അവിടെ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് പുരുഷന്മാർ പള്ളിയിൽ ജുമാ ജമാഅത്തിന് പോകുന്നു. എങ്കിൽ പിന്നെ മക്ക പള്ളിയിൽ പെണ്ണുങ്ങൾ എന്തിനു പോകുന്നു? മക്ക പള്ളിയുടെ ഉള്ളിലാണ് കഅബ, നിങ്ങൾക്കറിയാമല്ലോ. ആ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യണമെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറി പോകണം. അതുകൊണ്ട് തവാഫിന് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ പോകുന്നു. അവർ തവാഫ് കഴിഞ്ഞ് ജുമാ ജമാഅത്തിന് പള്ളിയിൽ നിൽക്കുന്നില്ല. ഖുർആൻ അത് പറയുന്നില്ല. അവരെ ഹറമിലെ നിസ്കാരത്തെ തൊട്ട് മുടക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഹറം എന്നുള്ളത് ഈ പള്ളി മാത്രമല്ല, അതിനപ്പുറത്തുള്ള ലോഡ്ജൊക്കെ ഹറമിലാണ് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ? അപ്പോ ഖുർആനിൽ അല്ലാഹു പള്ളിയെ പറ്റി പറഞ്ഞത് എന്താ പറഞ്ഞത്? റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് എന്നാ പറഞ്ഞത്. അതെ, റിജാലും, ചില ആളുകൾ അവർക്ക് അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവരുടെ കച്ചവടമോ അവരുടെ ക്രയവിക്രയമോ ഒരിക്കലും തടസ്സാവൂല എന്ന് പറഞ്ഞു. അവിടെ റിജാൽ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്, തഫ്സീറിലുണ്ട്, പെണ്ണുങ്ങൾ കച്ചവടത്തിന്റെ ആൾക്കാരല്ല, അതുപോലെ തന്നെ ജമാഅത്തിന്റെ ആളുകളല്ല. അതുകൊണ്ട് അവിടെ റിജാൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പള്ളി പറ്റൂല. ഇതാ മൂപ്പറ വ്യാഖ്യാനം. ഞാൻ ചോദിച്ചോട്ടെ കൂട്ടരെ, പള്ളി പോക്ക് മാത്രമല്ല അവിടെ പറഞ്ഞത്, കച്ചവടത്തിന്റെ ആളുകളും പെണ്ണുങ്ങളല്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹ ആരാ ഖദീജ റളിയല്ലാഹു അൻഹ? ആ പെണ്ണിന് കച്ചവടം പറ്റൂല. ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടം ചെയ്തില്ലേ? കച്ചവടം ചെയ്തിട്ടില്ലേ? പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് പറ്റൂല, ജമാഅത്തിന് പോകാൻ പാടില്ല. അല്ല, ജമാഅത്ത് നിർബന്ധമില്ല. ഒരു പെണ്ണിന് കച്ചവടം നിർബന്ധമില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവർക്ക് കച്ചവടം ചെയ്യാം വേണമെങ്കിൽ. എന്നാലും കുടുംബത്തിൽ എന്റെ ഭാര്യ കച്ചവടം ചെയ്തിട്ട് ഭർത്താവിനെ പോയിട്ട് നിയമം ഇസ്ലാമിലില്ല. നേരെ മറിച്ച് കൈകാര്യകർത്താക്കൾ പുരുഷന്മാർ അവരെ പണിക്കുകൊണ്ട്, പെണ്ണുങ്ങളല്ല പണിക്കുകൊണ്ട്. അവരുടെ പേരെ നിർബന്ധമില്ല. എന്നാലും കച്ചവടം ചെയ്തുകൂടാ. എങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടക്കാരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണോ? അപ്പോ ഈ രൂപത്തിൽ മുസ്ലിയാര് സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, ജമാഅത്ത് നിർബന്ധമില്ല, എന്നാൽ അവർക്ക് പള്ളിയിൽ പോകാം. റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ എന്ന ആയത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന് ഹറാമാണെന്ന് നബി പറഞ്ഞിട്ടില്ല. ആയത്ത് നബിക്കാണ് ഇറങ്ങിയത്.
റസൂലുള്ളാഹിക്കാണ് ആയത്തിറങ്ങിയത്. നബി എന്താ പറഞ്ഞത് കേട്ടോ? സ്ത്രീകൾക്ക് പള്ളിയിലുള്ള അവകാശം നിങ്ങൾ തടയരുത്, ഹല്ല് നിങ്ങൾ തടയരുത്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന. രാത്രിയിൽ വരെ നിങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഓ, മൗലവിയുടെ പൂതിന്നൊന്നും പറയേണ്ട നാളെ. ഇത് ഹദീസാണ്, മുഹമ്മദ് നബിയുടെ വാക്കാണ്, പ്രവാചകന്റെ വാചകമാണ്. ഇബ്നു ഉമർ മുത്തബിഉ സുന്ന, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനത്തോട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന. രാത്രിയിൽ വരെ നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫഅദനൂ ലഹുന്ന, അവൾക്ക് അനുവാദം കൊടുക്കണം. അപ്പോ അത് ഹദീസില്ലേ? അത് പണ്ട് പട്ടിയെ കൊണ്ടില്ലേതാ. അങ്ങനെ പട്ടിയെ കൊണ്ട് നിൽക്കൂല, പട്ടിയുടെ വാലെ പിടിച്ചാലും നിൽക്കൂല, പട്ടിയുടെ വാലെ പിടിച്ചാലും നിൽക്കൂല. കാര്യം എന്താ? കാന്തപുരം മൂലയുടെ പുസ്തകം എഴുതി പോയി. എന്താ പുസ്തകം? 64-ാമത്തെ പേജ്. ഈ സ്ത്രീ ജുമാ ജമാഅത്ത് എന്ന കാന്തപുരം മുസ്ലിയാരുടെ പുസ്തകത്തില് ഈ ഹദീസിന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്താ വ്യാഖ്യാനം കേട്ടോ? ഇയാടെ ഉസ്താദാണ്, ഇവിടെ ഒന്ന് പ്രസംഗിച്ച മുസ്ലിയാർ ഉസ്താദാണ്. ആ മുസ്ലിയാർ ഉസ്താദ് എഴുതി വെക്കണത് ഈ ഹദീസ് ഞാൻ പറഞ്ഞ ഈ ബുഖാരിലെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഭാര്യമാർ രാത്രി സമയങ്ങളിൽ പള്ളിയിൽ പോകാൻ അനുമതി തേടിയാൽ അനുവദിക്കുകയും. ബുഖാരി. അപ്പൊ ബുഖാരിലെ ഹദീസാണ് ആണ്. എന്നിട്ട് മുസ്ലിയാർ വായിക്കാൻ കേട്ടോ, ഈ ഹദീസിൽ രാത്രി സമയങ്ങളിൽ എന്ന് പറഞ്ഞത് കൊണ്ട് പകൽ പോകാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ മഹദി സുബഹിനും ഇശാഇനും മാത്രം പോയിരുന്നത്. ആര്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബഹിക്കും ഇശാക്കും പള്ളിയിൽ പോയിട്ടുണ്ട്. അതും പട്ടി പോയതുപോലെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പള്ളിയിൽ പോയിട്ടുണ്ട് സുബഹിക്കും ഇശാഇനും. അതെന്താ കാര്യം? രാത്രിയിലേ പോകാൻ പാടുന്ന ആ മഹദി മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ്. എന്നിട്ട് കാന്തപുരം മുസ്ലിം പറയാ, രാത്രിയിൽ പോകാമെന്ന് വരുമ്പോൾ പകൽ ഏതായാലും പോകാമല്ലോ എന്ന മറുപക്ഷത്തിന്റെ കണ്ടുപിടുത്തം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കണ്ടുപിടിച്ചിരുന്നില്ല. അവ രാത്രി പോകാം, രാത്രി പ്രശ്നമില്ല. രാത്രി പോകാൻ പറഞ്ഞാണ്, വട്ടി പോകാൻ പറഞ്ഞ പോലെ എന്നല്ല. രാത്രി പോകാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാര് പറയും, രാത്രി പോകാൻ പിന്നെ പകല് പോകൂടെ? രാത്രിയാണ് പേടിക്കേണ്ടത്, പകലാണോ? അല്ല, എന്താണ് നിങ്ങൾ പറ? രാത്രിയാണ് പേടിക്കേണ്ടത്, പകലാണ്? ഒരു പെണ്ണിന് രാത്രി പള്ളി പോണാണോ പ്രയാസം, പകല് പള്ളി പോകണം? കാന്തപുരം മുല്ലാർ പറയാം, ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യ രാത്രി പോയിട്ടുണ്ട്. ഹദീസിലുള്ളത് രാത്രി പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാന്നാണ്. അങ്ങനെ രാത്രി പെണ്ണുങ്ങൾ പള്ളിയിൽ പോയി എന്നാണ് മൂപ്പര് പറയുന്നത്. എടോ, രാത്രിയല്ലേ പേടിക്കേണ്ടത്? നബി തന്നെ എന്താ പറയുക? രാത്രി പേടിക്കണം. ഇദാ ജനഹൽ ലൈൽ ഔ അംസൈതും ഫകുഫു സിബിയാനകും വഖമ്മിറു ആനിയതകും. രാത്രിയായാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആയാൽ ഉടൻ തന്നെ വാതിലടക്കണം, ബിസ്മി ചൊല്ലി വാതിലടച്ചേക്കണം. വാതിൽ പിന്നെ രാത്രിയായിട്ട് തുറന്നിട്ടുകൊണ്ടിരിക്കരുത്. അതെന്താ മൗലവി അങ്ങനെ ആ നബി പറഞ്ഞത് അങ്ങനെ തന്നെ? എന്താണ് അതിന്റെ ന്യായാന്യായങ്ങളും ചോദിക്കണ്ട. നിങ്ങൾ വാതിലടക്കൂ, ബിസ്മി ചൊല്ലി വാതിലടക്കൂ. സന്ധ്യയായാൽ പിന്നെ വാതിൽ തുറന്നിടണ്ട. വഖമ്മിറു ആനിയതകും. നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കൂ, പാത്രങ്ങൾ മൂടിവെക്കൂ. അതുപോലെ തന്നെ വഅഗ്ലികുൽ അബ്വാബ്. വാതിലങ്ങ് പൂട്ടിക്കോ. വഖുഫു സിബിയാനകും വഖുഫു സിബിയാനകും. നിങ്ങളുടെ കുട്ടികൾ, ആ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കൂ. സന്ധ്യ രാത്രിയാല് മക്കളെ പുറത്തു വിട്ട് നടത്തരുത്. അവരെ നിങ്ങൾ പിടിച്ചു വെക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്? രാത്രി പേടിക്കണം, രാത്രി പേടിക്കണം എന്നാണ് നബി പറയുന്നത്. കാന്തപുരം രാത്രി ഇല്ലേ, നോ പ്രോബ്ലം. രാത്രിയല്ലേ, നോ പ്രോബ്ലം. രാത്രി പ്രശ്നമില്ല. ഇനി ഖുർആൻ എന്താ പറയുക? ഖുർആൻ പറയുന്നത് രാത്രിയാണോ പ്രശ്നം, പകലാണോ? ഒന്ന് ചിന്തിക്കും. ഖുർആൻ എന്താ പറയുന്നത്? ഖുർആൻ എന്താ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. രാത്രി മൂടിയാൽ അതിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. രാത്രി ശർറാണെന്ന് ഖുർആൻ. അവിടെ ഒരുപാട് ഉപദ്രവമുണ്ടെന്ന്. കാസർഗോഡ് പെണ്ണ് വെളിവ് രാത്രിയല്ലേ, രാത്രി പോകാൻ പ്രശ്നമില്ല, രാത്രി പോകാൻ പ്രശ്നമില്ല. നബി പറയുന്നതാണ്. റിജാലുല്ലാ തുൽഹിഹിം തിജാറത്തുൻ. നബി കണ്ടില്ലേ? രാത്രി റിജാലുല്ലാ തുൽഹിഹിം പള്ളിക്ക് വാതകല്ലേ? എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ ഹദീസൊന്നും പൊടുവേ. എന്താണ് മനസ്സിലാക്കേണ്ടത്? മാത്രല്ല, കാന്തപുരം മുല്ലാർ പറഞ്ഞ മറ്റൊരു കാര്യം കേട്ടോ, റിജാലുല്ലാ തുൽഹിഹിം മുസ്ലിം. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ എളുപ്പം മനസ്സിലാവുന്ന രണ്ട് ഉദാഹരണം ഈ പറയുന്നത്. കാന്തപുരം മുസ്ലിം ഈ പുസ്തകത്തിൽ സ്ത്രീകൾ പള്ളി പോകണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. എന്നിട്ട് അവസാനം പറയണത് അറിയോ?
ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധം ഇല്ല.